ഹലോ നമസ്കാരം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഒരു വെറൈറ്റി ഡിഷ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് കരുതിയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബഫലോയുടെ തലച്ചോറ്, അതായത് ബ്രെയിൻ. നോർമലി മട്ടൻ്റെ ബ്രെയിനാണ് എല്ലാവരും വെക്കാറ്. അപ്പോൾ ഇന്ന് ബഫലോനെ കുറച്ച് ഫ്രോസൺ ആയിട്ടുള്ള ബ്രെയിൻ കിട്ടി. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാള, ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചോപ്പ് ചെയ്തത്, അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം അരിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രെയിൻ ചെറുതായി ഒന്ന് വൃത്തിയാക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ബ്രെയിൻ ചെറിയ പീസുകളാക്കി വൃത്തിയാക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ വൃത്തിയാക്കിയ ബ്രെയിൻ നമുക്ക് നല്ലോണം 2-3 പ്രാവശ്യം കഴുകണം. അങ്ങനെ കഴുകി വൃത്തിയാക്കിയ ബ്രെയിനിലോട്ട് നമ്മൾ 2-3 പ്രാവശ്യം നല്ല രീതിയിൽ കഴുകണം. അപ്പോൾ വൃത്തിയാക്കിയ ബ്രെയിനിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ച സവാള, അത് ചെറിയുള്ളിയാണെങ്കിൽ ഇത്തിരി കൂടി ടേസ്റ്റ് കൂടും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാളയാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യമായ മസാലപ്പൊടികൾ നമ്മൾ ചേർക്കാം. ആദ്യമായി ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ്. നമ്മളിതിൽ മുളക് പൊടി ഇടുന്നില്ല. മുളക് പൊടിക്ക് പകരം നമ്മൾ കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡായിട്ട് നമ്മൾ ഇടുന്നത് മല്ലിപ്പൊടിയാണ്, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി. അതിനുശേഷം ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല. ഞാൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ച ഗരം മസാലയാണ് യൂസ് ചെയ്യുന്നത്, ഗരം മസാല. ലാസ്റ്റ് നമ്മുടെ മെയിൻ റെസിപ്പിയായ കുരുമുളക് പൊടി. അത് നമ്മുടെ എരിവിനനുസരിച്ച്, നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട്, നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നിങ്ങൾ ടീസ്പൂണിലോ ടേബിൾ സ്പൂണിലോ ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് അളന്ന് ചേർക്കണം. ഇതിന് ശേഷം ഇതെല്ലാം കൂടി, മസാലയും ബ്രെയിനും എല്ലാം കൂടി കൈകൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. കാരണം ഈ മസാലകളും കാര്യങ്ങളെല്ലാം നമ്മൾ ബ്രെയിൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്കൊരു പേസ്ട്രി ടൈപ്പിലോട്ട് വേണം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല പേസ്ട്രി ടൈപ്പ് ആയിട്ടുണ്ട്. ഒരു നല്ല ചൂടായ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെയിൻ്റെ പേസ്ട്രി അതിനകത്തോട്ട് ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ കടുകോ കാര്യങ്ങളോ പൊട്ടിക്കുന്നില്ല, അത് മാൻഡറ്ററി അല്ല. അപ്പോൾ നേരത്തെ മിക്സ് ചെയ്ത ബ്രെയിൻ്റെ പേസ്ട്രി നിങ്ങൾ കണ്ടോ, കൈകൊണ്ട് തിരുമ്മിയതിൻ്റെ പേരിലാണ് നമുക്ക് ഇത്ര പേസ്ട്രി ആയിട്ട് കിട്ടുന്നത്. ഇത് നമ്മളൊരു എഗ് ബുർജി, നമ്മളിത് ഉണ്ടാക്കി വരുമ്പോൾ എഗ് ബുർജി ടൈപ്പിലായിരിക്കുള്ളൂ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ശരിക്കും നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്യേണ്ട ഒരു റെസിപ്പിയാണത്. ഞാൻ ഗുജറാത്തിൽ വെച്ച് 2-3 പ്രാവശ്യം ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ബഹ്റിനിലാണെങ്കിൽ ഇത് നമ്മുടെ പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റുകളെല്ലാം ഇതിൻ്റെ മട്ടൻ്റെ ബേജ, ഇതിനെ ബേജ എന്നാണ് പറയുന്നത്. ഈ മട്ടൻ ബ്രെയിൻ ബേജ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിത് ആദ്യം ഒരു 2-3 മിനിറ്റ് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യണം. കാരണം ഇതിൻ്റെ എണ്ണയും കാര്യങ്ങളെല്ലാം ഈ പേസ്ട്രിയിലോട്ട് മിക്സ് ആവേണ്ടതുണ്ട്. നമ്മളിവിടെ ഒരു ഫ്രൈ ടൈപ്പിലുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എണ്ണയെല്ലാം ഇത് വറ്റിയിട്ടുണ്ട്. ഇത് അടുക്കി പിടിക്കുമ്പോൾ എന്നുള്ളൊരു പേടി വേണ്ട. നല്ലൊരു കട്ടിയുള്ള പാനാണെങ്കിൽ ഇത് അടിക്കുന്ന പിടിക്കില്ല. നമുക്ക് ടോട്ടൽ ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇത് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇടയ്ക്ക് മൂടി വെക്കുന്നുണ്ട്. മൂടി വെക്കുന്നത് കണ്ടിന്യൂസ് നമ്മൾ മൂടി വെക്കരുത്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെയും മൂടി വെക്കുക. അങ്ങനെ ഒരു 2-3 വട്ടം നമ്മൾ ശരിക്കും മൂടിക മാറ്റി ഇത് മിക്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ എണ്ണയും കാര്യങ്ങളെല്ലാം ശരിക്കും വറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാവുന്നത്, ഇതിലോട്ട് ഒരു മുട്ട, അത് ഒരു ഓപ്ഷനാണ്, എല്ലാവർക്കും അത് ചെയ്യണമെന്നില്ല. അതായത് 1-2 മുട്ട. അതായത് ഇത് നമുക്ക് ബ്രെയിൻ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്വാണ്ടിറ്റി കിട്ടാനും അതുപോലെ തന്നെ ടേസ്റ്റിലൊരു വെറൈറ്റി സ്വാദ് വരാനായിട്ടും ഒരു മുട്ട നമ്മൾ ബുർജി അടിക്കുന്നത് പോലെ ഇതിൻ്റെ പാനിലോട്ട് നമ്മൾ ഒഴിക്കുകയാണ്. ഞാനിതിലോട്ട് മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട്. കാരണം ഈ ഫ്രൈ ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ മുട്ടയ്ക്ക് ഉപ്പില്ലാണ്ട് വരും. അപ്പോൾ കുറച്ച് ഉപ്പിട്ട ശേഷം നമ്മൾ ബ്രെയിൻ്റെ ഒപ്പം മുട്ടേനെ മിക്സ് ചെയ്ത് ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ടയാണ് ചേർത്തത്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഞാനിതൊരു എന്താ പറയുക,
ഈ ബ്രെയിൻ മാത്രമായിട്ടാണ് റെസിപ്പി ആക്കുള്ളൂ. ഇപ്പോൾ നല്ല ക്രിസ്റ്റൽ ടൈപ്പിലായിട്ടുണ്ട്. നമ്മളൊരു 2 മിനിറ്റ് കൂടി ഇത് മൂടി വെക്കുകയാണ്. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് എണ്ണ എടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ചു 2-3 മുളകും കുറച്ച് കറിവേപ്പിലയും എടുത്തു താളിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ റെഡിയാക്കി വരിക്കുന്ന ബ്രെയിനിലോട്ട് ഒഴിക്കാം. ആ ബ്രെയിനിലോട്ട് ഒഴിച്ച ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ സ്വാദ് കുറച്ചും കൂടി കിട്ടുന്നതാണ്. അതിനുശേഷം ഇത് 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം മൂടി വെക്കാം. അതിന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് സർവിങ് ടേബിളിലോട്ട് വിളമ്പാം. ഇനി ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോ ഞാൻ ഇടുന്നതല്ല, ഇതൊരു സ്പെഷ്യൽ ഡിഷ് ആയതുകൊണ്ട് ഇട്ടതാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക.